SK എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി കടിപിടി കൂടാൻ അവിടെ നേതാക്കളില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. അവിടെ കോൺഗ്രസിന് താരതമ്യം ചെയ്തത് കോൺഗ്രസിൽ ഇപ്പൊ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടക്കുന്ന തർക്കം പോലെ ഉള്ള ഒരു സാഹചര്യം LDF ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നേതൃബാഹുല്യ സ്കെൻ. അവിടുത്തെ പ്രശ്നം നേതൃശുഷ്കതയാണ്. ചോയ്സുകൾ വളരെ കുറവാണ്. 35 പേരെ ആകെയുള്ളൂ. അതിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ KN ബാലഗോപാലൻ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആളുകളിലേക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ കടിപിടി ഏതെങ്കിലും കടിപിടി കൂടാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. ഇവിടെ കടിപിടി കൂടുന്നത് CPM-ന്റെ ഒരു രീതിയുമല്ല. രീതിയുമല്ല ഞാൻ പറയട്ടെ. അപ്പൊ SK ഇവിടെ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഉണ്ടാവുന്നത് അന്ന് VS സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെടുകയും തെരുവിൽ ഈ പറഞ്ഞ അണികൾ മുദ്രാവാക്യം രംഗത്തിറങ്ങുകയും അന്നും അതിരുകടന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുകയും അതിനോട് ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ചുക്കും അറിയില്ല എന്ന് പിണറായി. അതുകൊണ്ട് കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായി ഉണ്ടാകുന്ന സംഭവമേ അല്ല. അത് നേരത്തെ പ്രീസറൻസ് ഉണ്ട് CPM-ലുണ്ട്. പോട്ടെ വിട്ടേക്ക്. SK ഇവിടെ മുഖ്യമന്ത്രി പോലെ തന്നെ പ്രധാനമാണ് പ്രതിപക്ഷ നേതാവ്. അതിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുകയും ചെയ്യാം. തോൽവി കഴിഞ്ഞിട്ട് 7 ദിവസമായി. SK തോറ്റാലും ജയിച്ചാലും ആ ഇലക്ഷന് നേതൃത്വം നൽകിയാൽ വന്നിരുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുക കേരളത്തിന്റെ പൊതുരീതിയാണ്. ഇവിടെ പിണറായി വിജയൻ ഇന്നേ സംസാരിച്ചിട്ട് മാത്രമല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒഴിവാക്കാൻ ചെയ്തത്. MV ഗോവിന്ദൻ സംസാരിച്ച് സാധാരണഗതിയിൽ അവസാന ചോദ്യത്തിന് മറുപടി പറഞ്ഞ MV ഗോവിന്ദൻ അദ്ദേഹത്തിന് പറയാനുള്ള പറഞ്ഞു തീർത്ത് എഴുന്നേറ്റ് പോകുന്ന ചരിത്രത്തിലെ ആദ്യ കാഴ്ച. MV ഗോവിന്ദൻ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് ആദ്യം എഴുന്നേറ്റ് പോയി. യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരുന്ന എന്താണ് തെറ്റിയത് സംഭവിച്ചത്? ഇപ്പോൾ ഇന്ന് PB യോഗം ചേരുകയാണ്. PB യോഗത്തിന് ശേഷം ഒരുപക്ഷെ അത് വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാവുകയായിരിക്കാം. ഇവിടെ പിണറായി വിജയൻ എന്ന സോൾ സെല്ലിംഗ് പോയിന്റ് പിണറായി വിജയൻ മാത്രമായിരുന്നു. ഈ പറഞ്ഞ പടുകൂറ്റൻ ഫ്ലക്സുകൾ പിണറായി വിജയന്റെ മുഖം മാത്രമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മുഖം വെച്ചിട്ടും അത് തോൽവി ഉണ്ടായെങ്കിൽ പ്യുവർ പിണറായി വിരുദ്ധ മാൻഡേറ്റ് കൂടിയാണത്. അപ്പോൾ അങ്ങനെ പിണറായി വിരുദ്ധ മാൻഡേറ്റ് ഏറ്റുവാങ്ങിയ ഒരാൾ വീണ്ടും ശുഷ്കമായ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രതിപക്ഷത്തിലേക്ക് വരുന്നതിന്റെ പ്രശ്നം അത് വർക്കൗട്ട് ആവുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഒരുപക്ഷെ CPI ഉപനേതാവ് വേണമെന്ന് പറയുന്നത് ആ കാരണം കൊണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം താങ്കൾ കൂടിയുണ്ട്. താങ്കൾ മാത്രം കൂട്ടിയാൽ കൂടില്ല എന്നൊരു സന്ദേശം അതിലുണ്ടോ എന്നറിയില്ല. എന്തായാലും അതൊരു തീരുമാനം ഉണ്ടാവട്ടെ. പിന്നീട് KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ സ്വതവേ മൃദുഭാഷിയാണ്, സാത്വികനാണ്. ഈ ഗടാഗടിയൻ യുവാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതയോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഞാൻ പറഞ്ഞ അവിടെ നടക്കാൻ വന്ന ഗുസ്തിയോ മലയുദ്ധമൊന്നുമല്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ആശയ വ്യക്തതയുള്ള കുറേയധികം യുവാക്കളുണ്ട്. BJP-യുടെ 3 അംഗങ്ങൾ അവിടെയുണ്ട്. അവരോടൊക്കെ ഏറ്റുമുട്ടി നിൽക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ KN ബാലഗോപാൽ നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്കത്ര ഉറപ്പില്ല. പോട്ടെ, അവിടെ പ്രതിപക്ഷ നേതാവിനെ എന്തായാലും തീരുമാനിച്ചാൽ മതിയാവുകയുള്ളൂ. ഇവിടെ അതിലെ പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനപ്പുറം CPM-ന് എന്താണ് സംഭവിച്ചതെന്ന് ആഴത്തിൽ ചർച്ച കൊണ്ടാണ് SK. കാര്യം എന്ന് പറഞ്ഞാൽ പയ്യന്നൂര്, തൃക്കരിപ്പൂർ, ഉദുമ പാർട്ടി കോട്ടകൾ നെടുങ്കോട്ടകൾ നെടുകെ പിളർന്ന തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത്. അവിടെ ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യം കാരണമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു എന്ന് പറയുന്ന അതിലേക്ക് മാത്രം ചുരുക്കിയാൽ ഈ CPM-ന്റെ പ്രശ്നത്തിലേക്ക് ചർച്ച പോവാതിരിക്കുകയും അത് ഒരുപക്ഷെ തിരിച്ചുപോയതിന് വിഘാതമാവുകയും ചെയ്ത് ഞാൻ ഭയപ്പെടുന്ന കാര്യം CPM ഈ കേരളത്തിന് ആവശ്യമുണ്ട്. CPM നേരിടുന്ന ആത്യന്തികമായി കുറേയധികം വൈരുദ്ധ്യങ്ങൾ, പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒന്നും ഭരണത്തിൽ കയറുമ്പോൾ ചെയ്ത കുറേയധികം കാര്യങ്ങൾ. ആശാ വർക്കർമാർ അടിസ്ഥാന വർഗമാണെന്ന് പറഞ്ഞവരാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ അവഗണിച്ചു എന്ന് മാത്രമല്ല സെക്സിസ്റ്റ് ആയ കമന്റുകൾ നേതാക്കൾ പറഞ്ഞ് നമ്മൾ കേട്ടു. വൃത്തിയുടെ പറഞ്ഞ് നമ്മൾ കേട്ടു. ഈ പറഞ്ഞ പോലീസ് ഭരണകൂടത്തിന് മർദ്ദകോപാധികളാണ് എന്ന് CPM-ന്റെ എക്കാലത്തെ നിലപാട്. ഈ പറയുന്ന രക്ഷാപ്രവർത്തകൻ മണ്ടടിച്ച് തീർന്ന് കണ്ടു. PM ശ്രീ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ പ്രൊജക്റ്റാണ്. അത് ഈ പറഞ്ഞ വിചാരധാരയുടെ മാനിഫെസ്റ്റോ ആണെന്ന് M സ്വരാജ് ഈ പറയുന്ന EMS പഠനകേന്ദ്രം സമർപ്പിച്ച M സ്വരാജ് അടക്കം അതിനെതിരെ രൂക്ഷമായ ആ രീതി പ്രതികരിക്കുകയും പിൻവാതിൽ പോയി ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ കുറേയധികം ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് പറയും, ഭരണത്തിന് പുറത്ത് വേറെ ചെയ്തിരുന്ന ഈ വൈരുദ്ധ്യങ്ങളുടെ നീണ്ട നിര അവിടെയുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം, അത് പരിഹരിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി പിണറായി മാറിയിട്ട് കാര്യമില്ല. ആ പാർട്ടി ആന്തരികമായി നവീകരിക്കണം. അതിലേക്ക് എത്തുന്നു എന്നതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.